അധ്യയന വർഷം ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, സാധാരണത്തെ പോലെയല്ല ഈ വർഷം നമ്മൾ ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിട്ടാണ് ആരംഭിച്ചത്. നമുക്ക് എല്ലാ വർഷത്തെയും പോലെ സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും ക്ലാസ്സുകൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ മാത്സ് പാഠഭാഗമാണ് നമ്മൾ തുടങ്ങിയത്. മാത്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന ചാപ്റ്റർ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ത്രികോണങ്ങളുടെ പരപ്പളവിനെ കുറിച്ചാണ്. നമുക്കറിയാം, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ മാത്സിൽ നമ്മൾ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒക്കെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല, ഒരു സ്ഥലം അളക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്ക്വയർ ഫീറ്റ്, അതുപോലെ മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ, ഇതൊക്കെ പരപ്പളവ് എന്നതിൻ്റെ പല യൂണിറ്റുകളാണ്. അപ്പോൾ ഏതായാലും ഈ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് കൂടുതലായിട്ടും ത്രികോണങ്ങളുടെ പരപ്പളവിനെ കുറിച്ചാണ്. ഏരിയ ഓർ ട്രയാങ്കിൾസ്. ആദ്യം നമ്മൾ ത്രികോണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത് പറഞ്ഞു. എന്താണ് ഈ ത്രികോണം അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ? 3 വശങ്ങളും 3 കോണുകളുമുള്ള രൂപങ്ങളെയാണ് നമ്മൾ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന് കുറേ പ്രത്യേകതകളൊക്കെ നിങ്ങൾ 8ലും 7ലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ. ഈ കോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഏത് ത്രികോണങ്ങൾ പരിശോധിച്ച് നോക്കിയാലും, ഏതൊരു ട്രയാങ്കിൾ എടുത്ത് നോക്കിയാലും 3 കോണുകളും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 180. ഇതൊരിക്കലും മാറ്റാൻ പറ്റാത്ത സംഖ്യയാണ്. ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക എപ്പോഴും 180 രൂപയാണ്. ഇത് എങ്ങനെയാണ് 180 കിട്ടിയത്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഈ ത്രികോണത്തിൻ്റെ താഴത്തെ വശം, ഈ വശത്തിന് സമാന്തരമായിട്ട് ഇവിടെ 3 കോണുകളാണ്. ഈ 3 കോണുകൾ കാണുന്നത് അല്ലേ? ഈ 3 കോണുകളുടെ തുക 180 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വരയിൽ നിന്ന് എത്ര വരകൾ വരച്ചാലും ഇവിടെ ഉണ്ടാവുന്ന എല്ലാ കോണുകളും കൂട്ടിയെടുക്കുന്നത് 180 ഡിഗ്രിയായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 3 കോണുകളുടെയും ആകെ തുക 180 ഡിഗ്രിയാണ്. നമ്മൾ ഈ വര വരച്ചത് എങ്ങനെയാണ്? ഇതിന് സമാന്തരമായിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 കോണുകളും ഇതിനെ നമ്മൾ മറു കോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ 2 കോണുകൾ ഈ വര ഇതിന് സമാന്തരമാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ ഈ 2 കോണുകളും തുല്യമായി. അപ്പോൾ ഇതേ അളവ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഈ ഒരു ജോഡി കോണുകൾ. ഇത് രണ്ടും എന്താണ് ഇങ്ങനെ വരയ്ക്കുന്നത്? ഒരു ജോഡി മറു കോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ 2 ലൈൻസ്, ഈ വരകൾ രണ്ടും സമാന്തരമാണ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കും. ഈ 2 കോണുകളും തുല്യമായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ 3 കോണുകളുടെ തുക 180 ഇതിന് തുല്യമാണ് ഈ കോണ്. ഈ ആംഗിൾ ഈക്വലാണ് ഈ ആംഗിൾ. അപ്പോൾ ഈ 2 ആംഗിൾസിന് പകരം ഈ 2 ആംഗിളും ഇതും കൂടി കൂട്ടിയാലും കിട്ടുന്നത് ഈ 3 കോണുകളുടെ അതേ തുക തന്നെയായിരുന്നു കിട്ടുക. ഇത് ഉപയോഗിച്ച് നമുക്ക് പറയാം, ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ കിട്ടുന്ന എത്രയാണ്? 180 ഡിഗ്രി. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ത്രികോണങ്ങളുടെ പരപ്പളവ് തുല്യമാകുന്നപ്പോഴാണ്. നോക്കുക, നമ്മൾ 2 സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈൻസ്. ഈ 2 സമാന്തര വരകൾക്ക് ഇത് താഴത്തെ ലൈനിൽ നിന്നാണ് ചെറിയൊരു കഷ്ണമാക്കിയത് എ ബി എന്ന് പറയും. ഈ എ ബി ബേസ് ആക്കിയിട്ട്, ഈ എ ബി പാദമാക്കിയിട്ട് ഈ 2 സമാന്തര വരകൾക്കിടയിൽ എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കണം? ഇവിടെ ഞാനിവിടെ ഒരു പോയിന്റ് മാറ്റിയിട്ട് ഈ ഒരു ത്രികോണം സി എന്ന് ത്രികോണം എ ബി സി, ട്രയാങ്കിൾ എ ബി സി. ഈ എ ബി ബേസ് ആക്കി, എ ബി പാദമാക്കിയിട്ട് തന്നെ ഈ 2 സമാന്തര വരകൾക്കിടയിൽ വേറെയും ത്രികോണങ്ങൾ വരച്ചുകൂടെ? ഇങ്ങനത്തെ വരയ്ക്കാം. എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? ഈ സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് വരയ്ക്കുന്നത്? നമ്മുടെ ഒരു പോയിന്റാണ് ബി. ഈ എയും ബിയും ഡിയുമായി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം. ത്രികോണം എ ബി ഡി, എ ബി ഡി. ഇനി ഇതേപോലെ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? ഒരുപാട് ത്രികോണങ്ങൾ എത്രയും വരയ്ക്കാം. ഈ സി ഡി എന്നുള്ള ഈ പോയിന്റ്, ഈ ലൈനിൽ എവിടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബി ഈ 2 പോയിന്റുകളുമായി യോജിപ്പിച്ച് ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. ഈ ത്രികോണങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത? ഇപ്പോൾ ഞാൻ 3 ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്?
ഈ ത്രികോണങ്ങളുടെയൊക്കെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് ഈ AB തന്നെയാണ്. അതേപോലെ തന്നെ ഈ 3 ത്രികോണങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ 2 സമാന്തര വരകൾക്കിടയിലാണ്. These triangles are lie between the same parallel lines and base is same line AB. ഇനി നോക്കാം, ഇതിൻ്റെ ഈ 3 ത്രികോണങ്ങൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെയൊക്കെ പാദം എന്ന് പറയുന്നത് ഈ AB എന്ന് പറയുന്ന വര തന്നെയാണ്. AB. ഈ ത്രികോണങ്ങളുടെയൊക്കെ ഉയരം എത്രയായിട്ട് പറയാൻ പറ്റും? ഈ ത്രികോണങ്ങളുടെയൊക്കെ ഉയരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ത്രികോണങ്ങളുടെയൊക്കെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 2 സമാന്തര വരകളുടെ അല്ലെങ്കിൽ ഈ 2 പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം 2 സമാന്തര വരകളുടെ അകലം എന്ന് പറയുന്നത് ഇവിടെ ഈ 2 ഈ വരകൾ സമാന്തരമാണെങ്കിൽ ഇതിൻ്റെ അകലം ഇവിടെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവരില്ല. ഇപ്പോഴാണ് വരകൾ സമാന്തരം എന്ന് പറയാം. സമാന്തര വരകൾ തമ്മിലുള്ള അകലം ഒരിക്കലും വ്യത്യാസം വരില്ല. 2 സമാന്തര വരകൾക്കിടയിലുള്ള അകലം എവിടെ എടുത്ത് നോക്കിയാലും അത് ഒരേ അകലം തന്നെയായിരിക്കും, ഡിസ്റ്റൻസ് ഈക്വലായി. അപ്പോൾ ഇത് 2 പാരലൽ ലൈൻസാണ്, സമാന്തര വരകളായതുകൊണ്ട് ഈ 2 വരകൾ തമ്മിലുള്ള അകലം അത് ഇവിടെ വരച്ചാലും ഇവിടെ വരച്ച് നോക്കിയാലും ആ അകലം തുല്യമായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഈ അകലം തന്നെ ഈ 2 സമാന്തര വരകളുടെ അകലം തന്നെയാണ് ഈ ത്രികോണങ്ങളുടെയൊക്കെ ഹൈറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുക. ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഹൈറ്റ്. രണ്ടാമത് ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റും നമ്മൾ എടുക്കൽ ഈ 2 സമാന്തര വരകളുടെ ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെ ഈ 2 സമാന്തര വരകൾക്കിടയിൽ നമ്മൾ എത്ര ത്രികോണങ്ങൾ ഇതേപോലെ ഒരേ ബേസ് എത്ര ത്രികോണങ്ങൾ വരച്ചാലും അതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 2 സമാന്തര വരകളുടെ അല്ലെങ്കിൽ ഈ പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഈ ത്രികോണങ്ങളുടെ ഹൈറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിച്ചത് ത്രികോണങ്ങളുടെ പരപ്പളവ് കണ്ടെത്തുന്നതാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാം, 7ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് ആണെങ്കിൽ അതിൻ്റെ പാദം പിന്നെ ഉയരം ഇത് നമ്മൾ കണ്ടെത്തുക. 1/2 × BH, അതായത് 1/2 പാദം × ഉയരം. ത്രികോണത്തിൻ്റെ പാദവും ഉയരവും കൂടി ഗുണിച്ചതിൻ്റെ പകുതിയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ 3 നമ്മളിവിടെ പറഞ്ഞ ഈ 3 ത്രികോണങ്ങളുടെയും ത്രികോണം അതിൻ്റെ ഹൈറ്റ് എന്ത് തന്നെയാണ്? ഈ H തന്നെയാണ്. അപ്പോൾ ഈ 3 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1/2 ഇത് ബേസ് AB × H, ഹൈറ്റ് 1/2 പാദം × ഉയരം, 1/2 ബേസ് × ഹൈറ്റ്. രണ്ടാമത്തെ എടുക്കുമ്പോഴും 1/2 പാദം AB തന്നെ, AB × വീണ്ടും ഞാൻ പറഞ്ഞു ഇതിൻ്റെ 3ൻ്റെയും ഹൈറ്റ് എന്താണ്? സെയിം ആണ്. കാരണം ഈ 2 വരകൾ എന്താണ്? സമാന്തര വരകളാണ്. അപ്പോൾ ഹൈറ്റ് വീണ്ടും H തന്നെ. മൂന്നാമത്തേൻ്റെ പരപ്പളവ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 AB × H തന്നെ. എന്ത് കണ്ടെത്തി? നമ്മളിപ്പോൾ ഞാൻ വരച്ച ഈ 3 ത്രികോണങ്ങളുടെയും പരപ്പളവുകളാണ് ഒരേ പരപ്പളവാണെങ്കിൽ ഏരിയാസ് ആർ സെയിം. ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ഏരിയ. പരപ്പളവുകൾ തുല്യമായ ത്രികോണങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്. 2 ത്രികോണങ്ങൾ, 2 അതിലധികമോ ത്രികോണങ്ങൾ പരപ്പളവുകൾ തുല്യമാകുന്നപ്പോഴാണ് ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ ഏരിയാസ് തുല്യമാകുന്ന കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാദം തുല്യമാണ്. കൂടാതെ ഈ ത്രികോണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരേ സമാന്തര വരകൾക്കിടയിലാണ്. These triangles are lie between the same parallel lines and these have the common base AB. Therefore, we can say that these triangles have the same area. ഈ ത്രികോണങ്ങളുടെയൊക്കെ പരപ്പളവുകളാണ് തുല്യമാണ്. നമുക്കറിയാം ഒരേ സമാന്തര വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതും ഒരേ പാദമുള്ളതുമായ ത്രികോണങ്ങളുടെയൊക്കെ പരപ്പളവുകൾ ഉണ്ടായിരിക്കുന്നു തുല്യമായി. പോയിന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞു നോക്കാം, ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാകുന്നത് എപ്പോഴാണ്? ഇന്ന് അതിൻ്റെ പാദം തുല്യമാണ്. പിന്നെ ഈ ത്രികോണങ്ങളുടെയൊക്കെ ഹൈറ്റ് തുല്യമാവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരേ സമാന്തര വരകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ത്രികോണങ്ങളുടെയൊക്കെ പരപ്പളവുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും, ഏരിയ ഈക്വലായിരിക്കും. ഇതുപയോഗിച്ച് നമുക്ക് ഒരു ത്രികോണം തന്നു ഇവിടെ നോക്കാം. ത്രികോണം തന്നത് വെറുതെ
ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുകൾ അല്ലെങ്കിൽ ഈക്വൽ ഏരിയ ഉള്ള എത്ര ത്രികോണങ്ങൾ വേറെ വരക്കാൻ പറ്റും? പറഞ്ഞ പോലെ എത്ര ത്രികോണങ്ങൾ വരക്കാം? എന്ത് ചെയ്താൽ മതി? ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറെ ത്രികോണം ഒന്നോ അതിലധികമോ ത്രികോണങ്ങൾ വരയ്ക്കണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക, ഈ സൈഡിന് പാരലലായിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ സമാന്തരമായിട്ട് വരച്ച ഈ വരയിൽ ഈ ലൈനിൽ ഈ ശീർഷം ഈ വെർട്ടെക്സിന് പകരം വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചാൽ നമുക്ക് രണ്ടാമത്തെ ത്രികോണം കിട്ടും. വേറെ ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വലായിരിക്കും. ഓക്കെ, ഇത് ഉപയോഗിച്ച് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം, ഈ ത്രികോണം പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ത്രികോണം, ട്രയാങ്കിൾ എ ബി സി. ഒരു 3 ചോദ്യങ്ങളാണ് പറയാം. ഒന്നാമത് ഡ്രോ അനദർ ട്രയാങ്കിൾ വിത്ത് സെയിം ഏരിയ ടു ദ ട്രയാങ്കിൾ എ ബി സി. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള വേറെ ട്രയാങ്കിൾ വരയ്ക്കണം. അത് എങ്ങനെ വരയ്ക്കണം? നമുക്ക് വൺ സൈഡ് ബി സി, ഒരു സൈഡ് ബി സി ആയിട്ട് വരയ്ക്കണം. ഒരു സൈഡ് ബി സി ആയിട്ട് ഈക്വലായ ഏരിയയുള്ള ട്രയാങ്കിൾ വരക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ബി സിക്ക് പാരലലായിട്ട്, ബി സിക്ക് സമാന്തരമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ എക്ക് പകരം ഈ ലൈനിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. യോജിപ്പിച്ചാൽ നമുക്ക് പറഞ്ഞ ത്രികോണം കിട്ടും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും പേര് കൊടുക്കുക. അപ്പോൾ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ബി ബി സി എന്ന് പറയുന്ന മറ്റൊരു ത്രികോണം കിട്ടും. ഇതിൻ്റെ ഏരിയ ഈ പരപ്പളവ് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവ്. മറ്റൊരു കണ്ടീഷൻ പറയണം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഈ ട്രയാങ്കിൾ എ ബി സിക്ക് തുല്യ പരപ്പളവുള്ള വേറെ ത്രികോണം വരയ്ക്കണം. വിത്ത് വൺ സൈഡ് എ സി, എ സി ഒരു സൈഡാക്കിയിട്ട് വരയ്ക്കും. ഈ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവാകണം, എ സി അതിൻ്റെ ഒരു സൈഡാക്കണം. ഇവിടെ ഒക്കെ നമുക്ക് വരച്ച ഈ ത്രികോണത്തിൻ്റെ എ സി ഒരു സൈഡാണ്, അല്ല ബി സി ഒരു സൈഡാണ്. അപ്പോൾ ഒരു സൈഡ് എ സി ഒരു സൈഡാക്കിയിട്ട് എങ്ങനെ വരയ്ക്കാം? എ സി ഒരു സൈഡാക്കിയിട്ട് വരയ്ക്കണം. നമ്മൾ ബി സി ഒരു സൈഡാക്കിയിട്ട് വരയ്ക്കാൻ നമ്മൾ ചെയ്തത് ഈ ബി സി എന്ന് പറയുന്ന ഈ വശത്തിന് ഈ സൈഡിനെ സമാന്തരമായിട്ട് പാരലലായിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കുകയാണ് ചെയ്തത്. അതേപോലെ ഇനി നമുക്ക് ഒരു സൈഡ് എ സി ആക്കി വരയ്ക്കണമെങ്കിൽ ഈ എ സി എന്ന് പറയുന്ന ഈ സൈഡിന് പാരലലായിട്ട് ഒരു ലൈനായിട്ട് നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഉണ്ട്. ഈ ശീർഷത്തിൽ നിന്ന് ഇതിന് സമാന്തരമായിട്ട് വരയ്ക്കും. എന്നിട്ട് ഈ ബിക്ക് പകരം ഇതിൽ ഈ ലൈനിൽ എവിടെയെങ്കിലും വേറെ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. അത് എവിടെയും മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ എയും സിയും കൂടി യോജിപ്പിച്ചാൽ നമുക്ക് വേറെ ട്രയാങ്കിൾ കിട്ടും. വേറെ പേര് കൊടുക്കുമ്പോൾ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ എ ഇ സി. ഈ ട്രയാങ്കിൾ ഏരിയ നമ്മൾ നേരത്തെ വരച്ച എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. കാരണം രണ്ടിലും ഈ എ സി നമ്മൾ ബേസ് ആയിട്ട് എടുക്കാം. പിന്നെ ഈ രണ്ട് ട്രയാങ്കിളും സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് പാരലൽ ലൈൻസിനിടയിലാണ്. അപ്പോൾ ബേസും ഹൈറ്റും സെയിം ആണ്. ബേസും ഹൈറ്റും സെയിം ആയത് നമുക്കറിയാം. ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായി. അങ്ങനെ പല നിബന്ധനകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള അല്ലെങ്കിൽ ഈക്വൽ ഏരിയയുള്ള വേറെ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം. ഒരു ചോദ്യം നോക്കാം. ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ വന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണമാണ്. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ദി സെയിം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി എങ്ങനെ വരയ്ക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ആ സൈഡിന് സമാന്തരം വരച്ചാൽ മതി. അത് എവിടെ വരയ്ക്കാം? അത് ഈ സൈഡിന് സമാന്തരമായിട്ടുള്ള വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ ഇതിന് പാരലായിട്ട് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ എ ബിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഒരു വരച്ചു. ഇനി ഈ വരച്ച ഈ പാരലൽ ലൈൻ സമാന്തര വരയിൽ എവിടെ നമ്മൾ അടയാളപ്പെടുത്തിയാലും നമുക്ക് ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം കിട്ടും. അത് മട്ട ത്രികോണമാണെങ്കിൽ നമുക്കറിയാം. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കോണ് 90 ഡിഗ്രി ആകുമ്പോഴാണ് ത്രികോണത്തിന് നമ്മൾ മട്ട ത്രികോണം വരയിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകും. അപ്പോൾ ഇത് വരയ്ക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു കോൺ എന്താവണം? 90 ഡിഗ്രി ആകും.
അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ വരയിൽ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യണം? നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുന്ന രീതിയിൽ മാർക്ക് ചെയ്താൽ മതി. എന്നാൽ എയിൽ നിന്ന് അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ട് കറക്റ്റ് ആക്കി വെച്ചിട്ട് 90 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ പറഞ്ഞു ഒരേ പാരലൽ ലൈൻസ് ഒരേ സമാന്തര വരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ പാദമുള്ള ഒരേ ബേസുള്ള എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയാസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഉപയോഗിച്ചാണ് ആ ചാപ്റ്ററിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഒന്നുകൂടി പറയാം. ത്രികോണങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ത്രികോണങ്ങളുടെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ത്രികോണങ്ങളുടെ കോണുകളുടെ തുക 180 നമ്മൾ പറഞ്ഞു. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 × BH, അഥവാ അതിൻ്റെ പാദം ഉയരം ഇത് രണ്ടും കൂടി ഗുണിച്ചതിൻ്റെ പകുതിയാണ് ഏത് ത്രികോണത്തിൻ്റെയും പരപ്പളവ് കാണുന്നത് ഉപയോഗിക്കും. ഇത് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു രണ്ട് സമാന്തര വരകൾക്കിടയിൽ ഒരേ പാദം ഇവിടെ ഈ വരച്ച എല്ലാ ത്രികോണങ്ങളുടെയും ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് AB തന്നെയാണ്. അപ്പോൾ ഒരേ പാദമുള്ള എത്ര ത്രികോണങ്ങൾ നമ്മൾ ഈ സമാന്തര വരകൾക്കിടയിൽ വരച്ചാലും അതിൻ്റെയൊക്കെ പരപ്പളവ് ഏരിയ തുല്യമായിരിക്കും. കാരണം ബേസ് സെയിമാണ്, ഹൈറ്റും സെയിമാണ്. ഇതുപയോഗിച്ച് ഒരു ത്രികോണം തന്നു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറെ ട്രയാങ്കിൾസ് കുറേ ത്രികോണങ്ങൾ നമുക്ക് പല കണ്ടീഷനിലും വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറൊരു ത്രികോണം വരയ്ക്കണം. ആംഗിൾ B = 50 ഡിഗ്രി ആണ്. ഇങ്ങനെ വരയ്ക്കാം. ഇതന്നെ ഈ പാരലൽ ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ B ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ 90 വരച്ച പോലെ തന്നെ ഈ ആംഗിൾ B എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു 50 ഡിഗ്രിയുള്ള ആംഗിൾ വരച്ചാൽ മതി. നമ്മൾ പ്രൊട്ടാക്ട് വെച്ചിട്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇങ്ങനെ വെച്ച് ഈ പോയിന്റ് മാർക്ക് ചെയ്താൽ നമുക്ക് വേറെ ട്രയാങ്കിൾ കിട്ടും. ആദ്യം നമ്മൾ വരച്ച ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള ത്രികോണത്തിൻ്റെ ആംഗിൾ B എത്ര ആയിരിക്കും? 50 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 2 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഒന്നാമത്തത് ഡ്രോ ട്രയാങ്കിൾ ABC AB = 7 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് ത്രികോണം ABC വരയ്ക്കുക. ആ ABC എന്ന് പറയുന്ന ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറൊരു ത്രികോണം BC എന്ന വശം ഒരു സൈഡാക്കിയിട്ട് വേറൊരു ത്രികോണം വരയ്ക്കാം. ചോദ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം ഒരു ത്രികോണം വരയ്ക്കുന്നത് നിങ്ങൾ മുൻപ് പഠിച്ചുള്ള കാര്യമാണ്. 2 വശങ്ങളും ഒരു കോണും ഉപയോഗിച്ച് ത്രികോണം വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുക. AB = 7 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെ ഇവിടെ ഒരു സൈഡും ഒരു കോണും ആണെന്നുള്ളത് ആംഗിൾ B എന്ന് പറയുന്ന ആംഗിൾ. ഇപ്പോൾ AB എന്ന് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ B എവിടെയെങ്കിലും Bയിൽ വെച്ചിട്ട് ആംഗിൾ വരയ്ക്കാം. 50 ഡിഗ്രി ആംഗിൾ. ദെൻ BC = 8 സെൻറ്റിമീറ്റർ. BC ഇതാണ് BC എന്ന് പറയുന്ന സൈഡ്. അത് 8 സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. നമുക്ക് പറഞ്ഞ ത്രികോണം. ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള അല്ലെങ്കിൽ ഈക്വൽ ഏരിയയുള്ള ഒരു വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അത് ഇവിടെയാണ് C. അപ്പോൾ BC ഒരു സൈഡാക്കിയിട്ട് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? BC ഒരു സൈഡാക്കിയിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ BC ഇതാണ്. ഈ BC ഒരു സൈഡായിട്ടാണ് നിർത്തണം. അപ്പോൾ ഈ BCക്ക് പാരലായിട്ട് ഈ പോയിന്റിലൂടെ വേണം എന്ന് വരയ്ക്കാൻ. പാരലായി വരയ്ക്കണം. സമാന്തരം. ഇത്രയുള്ള പണി. ഈ വരയിൽ എവിടെ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തിയാലും നമുക്ക് പറഞ്ഞ ഇതിന് തുല്യ പരപ്പളവുള്ള ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ അങ്ങനെ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. മറ്റൊരു ചോദ്യം. ഇതിന് തുല്യ പരപ്പളവുള്ള ഈ ത്രികോണം ABCക്ക് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കാം. ആംഗിൾ A = 70 ഡിഗ്രി. കോൺ A 70 ഡിഗ്രിയുള്ള ഒരു ത്രികോണം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം?
കോൺ എ 70 ഡിഗ്രിയുള്ള ത്രികോണം വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് വരയ്ക്കേണ്ട ത്രികോണത്തിൽ എന്തായാലും ഈ എ ഉണ്ടാവും. ഈ എ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏതിന് സമാന്തരമായിട്ട് വരയ്ക്കണം. എ ഉണ്ടാവണമെങ്കിൽ എ ബിക്ക് സമാന്തരമായിട്ട്, അല്ലെങ്കിൽ ഇതിൽ വരച്ചാലും എ അവിടെ ഉണ്ടാവും. അപ്പോൾ എ ബിക്ക് സമാന്തരമായിട്ട് വരയ്ക്കുക. നമ്മൾ പറഞ്ഞത് ആംഗിൾ എ = 70 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ എയിലുള്ള കോൺ, എ എന്ന് പറയുന്ന പോയിന്റിലുള്ള കോൺ 70 ആവും. അപ്പോൾ പ്രൊട്രാക്ട് വെച്ചിട്ട് 70 ഡിഗ്രി ആണെങ്കിൽ കോൺ നോക്കുക. ഈ പോയിന്റ് മാർക്ക് ചെയ്താൽ നമുക്ക് ആ പറഞ്ഞ ത്രികോണം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കി ഇതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം. ഓക്കെ.